ഹലോ എവരി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്കൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അടിപൊളി ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും, അതായത് ഡേറ്റ്സ്, കാഷ്യൂസ്, ബദാം, കിസ്മിസ് 2 തരം എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി 2 തരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 1/4 സ്പൂണ് പട്ട പൊടിച്ചതും കൂടി ചേർക്കാം. നിർബന്ധമല്ല. നമ്മൾ മൈദ പിന്നെ അരിച്ച് വയ്ക്കുമ്പോൾ അതിൽ നമ്മൾ പട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവാതെ നോക്കണം, അല്ലെങ്കിൽ കേക്ക് കഴിച്ചിട്ട് വായിൽ വയ്ക്കാൻ കൊള്ളില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കാരമൽ സിറപ്പ് ആക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 3-4 ഗ്രാമ്പൂവും പിന്നെ ഒരു കഷ്ണം പട്ടയും ഒരു കുഞ്ഞി കഷ്ണം ജാതിക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് മൈദയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ അരിച്ച് വെച്ചിട്ടുണ്ട് 3 വട്ടം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ടയും 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടീസ്പൂണ് നമ്മൾ ഓറഞ്ച് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാരമൽ സിറപ്പും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ സ്പീഡിലിട്ടാൽ മതി കേട്ടോ. 2 അല്ലെങ്കിൽ 3 സ്പീഡിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഓറഞ്ച് പീൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ള കളർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്, തൊലി മാത്രം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പാച്ചുല വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മോഡിൽ നമുക്കങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. നമ്മുടെ പ്ലം കേക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഉണ്ടാവുക ടേസ്റ്റ് വൈസ്, പക്ഷേ ഫ്രൂട്ട്സ് നിറയെ ഉണ്ടാവും, അതാണ് വ്യത്യാസം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ടിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മൈദ ചേർത്തപ്പോൾ ഇളക്കി അതേ രീതിക്ക് തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മോഡലിൽ അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ഈ മിക്സർ ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒരു 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുള്ളിലുള്ള കുമിളകളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് കേക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ കേക്കൊന്ന് നല്ല പോലെ കളർഫുൾ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് മേളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 55 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 55 ചില സമയത്ത് 1 മണിക്കൂർ വരും, ചില സമയത്ത് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, എവിടെയും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ ഉൾവശമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ്. 1 കിലോയോ 1/2 കിലോയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. നോക്കി നോക്കൂ, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അപ്പം നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.